back to my YouTube channel. No, our YouTube channel. Guys, ഇത് നോക്കൂ, നമ്മുടെ റോഹൻ താടിയൊക്കെ കളഞ്ഞ് പ്രായമൊക്കെ കുറച്ച് ആണ്. സോ ഇന്നത്തെ വീഡിയോ ആയിരുന്നല്ല, ബേസിക്കലി വീക്കെൻഡ് വ്ളോഗാണ്. പക്ഷേ നമ്മൾക്ക് ഒരു സ്റ്റുഡിയോയിൽ പോകണമെന്നുണ്ടായിരുന്നു. കാരണം റോഹൻ എപ്പോഴും ഓഫീസിൽ നിന്ന് വരുമ്പോൾ പാലാരിവട്ടല്ലേ ബേബി ഒരു പുതിയ സ്റ്റുഡിയോ, ആൻഡ് ദാറ്റ് ബിൽഡിംഗ് വാസ് ലൈക്ക് സോ ഹ്യൂജ്. അതിൻ്റെ ഒപ്പം ഒരു KFC ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. അത് ഓപ്പൺ ആയെന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് അവിടെ പോവാം എന്നുണ്ടായിരുന്നു, ലൈക്ക് ടു ടേക്ക് എ വീഡിയോ ഫോർ യു ഗൈസ്. പക്ഷേ നമ്മുടെ കുണ്ടന്നൂർ പാലത്തിൽ നല്ല ബ്ലോക്ക് ആയതാണ്. നമ്മളിപ്പോൾ എറണാകുളം സൈഡിലോട്ട് വന്നേക്കുകയാണ്. വി ആർ നോട്ട് ഷുവർ, ചിലപ്പോൾ നമ്മൾ പോവും, ചിലപ്പോൾ നമ്മൾ പോവില്ല. എന്തായാലും ഇന്നൊരു വീക്കെൻഡ് വ്ളോഗ് ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ. ഹായ്. ഗായ്സ് നമ്മളങ്ങനെ ഈ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു. പക്ഷെ ഇത് ഓപ്പൺ ആണെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നില്ല, ബിക്കോസ് സ്റ്റുഡിയോ നാളെ ഓപ്പൺ ആവുള്ളൂ. ഡ്രസ്സൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കി ഇവിടെ KFC ഉണ്ട്. എനിക്ക് ഈ ബിൽഡിംഗ് ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു അല്ലേ. ആ KFC ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കപ്പോൾ നാളെ വരാം ഗായ്സ്. നോ വറീസ്. നിങ്ങൾക്ക് ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് നാളെ തന്നെ പറ്റുമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് മൺഡേ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കണ്ടു, ഇതാണ് ഞാൻ പറഞ്ഞ KFC. നല്ല രസമല്ലേ കാണാൻ. വേറെ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന അറിയില്ല. അതെ, ആ ചേട്ടനാണ് നമ്മളോട് പറഞ്ഞത് നാളെ ഓപ്പൺ ആവുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നില്ല. ഇതെന്തായാലും ഒരു നല്ല സ്പേസ് ആണ്. കാരണം ഈ സ്റ്റുഡിയോ ഇത് കണ്ടോ 3 സ്റ്റോറിയുടെ ആണ് ഗൈസ്. ഈ പൊടി നിങ്ങൾ മൈൻഡ് ചെയ്യരുത് പ്ലീസ്. നമ്മൾ കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കുന്നത്. നമ്മൾ വാഷ് ചെയ്തിട്ട് ഇട്ടത്, പക്ഷെ എന്നാലും പൊടിയായി. പക്ഷെ എനിക്ക് ഈ KFC 3 നിലയോ ബേബി KFC കൊള്ളാല്ലേ. അത്യാവശ്യം നല്ല സ്പോട്ടാണ് ഇത്. കറക്റ്റ് നമ്മുടെ ബൃന്ദാവൻ ഇല്ലേ, ബൃന്ദാവൻ വെജിറ്റേറിയൻ അപ്പുറത്തന്നെ. വീതി കുറവാ, വൈഡ് അല്ല. പക്ഷെ ഈ 3 സ്റ്റോറിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഈസ്തറ്റിക്സ് ഒക്കെ കൊള്ളാം. ഇന്റീരിയർ ഡെക്കോർ ഓൾഡേ കണ്ടോ. കറക്റ്റ് നമ്മുടെ പാലാരിവട്ടം അല്ലേ ബേബി ഇത്. ബൃന്ദാവൻ വെജിറ്റേറിയന്റെ ഇപ്പുറത്ത് തന്നെയാണ്. എന്തേലും നിങ്ങൾ വിഷമിക്കണം, നമുക്ക് നാളെ വരാം ഗൈസ്. നമ്മൾ അങ്ങനെ എവിടെയാണ് എത്തിപ്പാൻ പോകുന്നത്? ഒബ്രോൺ മോൾ. കുറേ നാളുകൾക്ക് ശേഷമാണ് പോകുന്നത്. ആക്ച്വലി ഞാനൊരു പ്രോപ്പർ മോളിൽ പോയത് ആദ്യമായിട്ട് ഒബ്രോൺ മോളിലാണ്. എനിക്കിങ്ങനെ എറണാകുളത്ത് അങ്ങനെ ആദ്യമായിട്ട് വന്ന മോൾ ഇസ് ഒബ്രോൺ മോൾ. ബേപ്പറേഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ മോൾ വാസ് ഒബ്രോൺ. പക്ഷെ ഇപ്പൊ പണ്ടത്തെ അത്രയും തിരക്ക് ഇവിടെ ഇല്ല. പക്ഷെ ലെറ്റ്സ് ഗോ. നമ്മൾ ആക്ച്വലി ഫോറമിലും ലുലുലും കുറേ ബാക്ക് ടു ബാക്ക് പോയായിരുന്നു സെയിലിന്റെ സമയത്ത്. ഞാൻ പറഞ്ഞില്ല എന്തോക്ക് പണി നടക്കുന്നത്. ഇതാണ് ഒബ്രോൺ മോൾ. ഞാനത് ഇങ്ങോട്ട് വന്നപ്പോ എന്തോ VR ഓപ്പൺ ഇട്ടിട്ടുണ്ട് ബേബു, നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് പോയി. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒബ്രോൺ അവർ പിന്നെയും പുതിയതുപോലെ ആക്കാൻ പോവുകയാണെന്ന്. കാരണം കണ്ടോ ഫ്രണ്ടിലൊക്കെ എന്തോ പണി നടക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ സെന്റർ സ്ക്വയറും ഒരിടക്ക് തിരക്ക് കുറഞ്ഞായിരുന്നു. പിന്നെ അവരും ഇപ്പൊ അടിപൊളിയാക്കിയല്ലേ സെന്റർ സ്ക്വയർ, ഫുഡ് കോർട്ടൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ ആണെന്ന്, വിച്ച് ഇസ് ഗ്രേറ്റ് ആക്ച്വലി. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമ്മള് സെയിലിന്റെ സമയത്ത് ഒബ്രോണല്ല സോറി ഫോറമിലും ലുലുലും അത്യാവശ്യം കുറെ പോയായിരുന്നു. സോ ഐ തോട്ട് വിൽ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്. അന്ന് നമ്മൾ തിരിച്ചെന്തായാലും പോവും. തിരിച്ചു പോണ സമയത്ത് ഐ ഗോട്ട് ഇന്ററപ്റ്റഡ്. നമ്മൾ എന്തായാലും ഫോറമിലും ലുലുലും പോവും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത കുറച്ച് വീഡിയോസ് ഞാൻ എന്തായാലും എടുക്കും. ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തേക്കണ എല്ലാ വീഡിയോസും ഞാൻ എടുക്കും. പിന്നെ നാളെ നമുക്ക് സ്റ്റുഡിയോ വീഡിയോ എടുക്കാം. ഇപ്പൊ എന്തായാലും നമുക്ക് ഒബ്രോൺ മോൾ എക്സ്പ്ലോർ ചെയ്യാം ആഫ്റ്റർ സോ ലോങ്. ലുക്ക് അറ്റ് ദിസ് ലെക്സസ്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഇതല്ലേ ബേബി എൻട്രി. നൈസ് ദുബായ് രജിസ്ട്രേഷൻ ആണല്ലേ. നമുക്ക് കയറാം. കുറെ നാളായല്ലേ ബേബി നമ്മൾ വന്നിട്ട് ഒബ്രോണില്. ഞാൻ ആക്ച്വലി വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ ഒബ്രോണിലൊന്നും വന്നത്. ഗൈസ് റോഹൻ ആളാകെ മാറിപ്പോയില്ലേ. ഓ മൈ ഗോഡ്, എന്നെക്കാളും പ്രായം കണ്ടുപോയില്ലേ. സോ കുറെ നാളെ വന്നിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നു ഗായ്സ് ആഫ്റ്റർ സോ ലോങ്. ഞാൻ ആദ്യമായിട്ട് വന്ന ഐ തിങ്ക് ബിഗ്ഗസ്റ്റ് മോൾ വാസ് ദിസ്. ബേബിയോ നമ്മളെല്ലാവരും എറണാകുളത്തെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഗോൾഡ് സൂക്കിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ.
അത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ലൈക്ക് വേ ബെറ്റർ അല്ലേ. നൈസ് കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട്. ഇത് നോക്കൂ, എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ആഫ്റ്റർ സോ ലോങ് ഒരു ഭയങ്കര പീസ് ഫീൽ ചെയ്യണ്ടല്ലോ. അധികം തിരക്കൊന്നുമില്ല, ബട്ട് വെരി ക്ലീൻ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. തിരക്ക് കുറവാണ് ഒബ്വിയസ്ലി, പക്ഷെ എനിക്കെന്ത് ഇഷ്ടം, ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ. വെരി നൈസ് ഗൈസ്. ഇവിടെ ഒരു ആക്സസറീസ് എന്ന് പറഞ്ഞ കട കണ്ടോ. ഇത് നോക്കിയ ലാംപ്സിൽ എന്തിനാ പറയണ, ലൈറ്റർ, കുറെ ബെൽറ്റും കാര്യങ്ങളൊക്കെ. നൈസ്. ഇവിടെ ഞങ്ങളൊരു കട കണ്ടു, സ്റ്റൈൽ യൂണിയൻ. അത്യാവശ്യം കൊള്ളാണ്ട്, നല്ല ക്ലോത്ത്സ് ഒക്കെ. ഓ എനിക്കിത് ഇഷ്ടമായി. വേണ്ട കയറണ്ട. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ബൈ എനിത്തിങ്. സ്റ്റൈൽ യൂണിയൻ. അയ്യോ ദേ വില കുറവാട്ടോ. നോക്കട്ടെ, നമുക്ക് കയറാൻ വേണമെങ്കിൽ 299 കൊള്ളാല്ലേ. നമ്മൾക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം, ബിക്കോസ് നല്ല ഡ്രസ്സസ് ഉണ്ട് കേട്ടോ. ഈ ഷോപ്പ് കൊള്ളാട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. ലൈക്ക് സ്റ്റൈൽ യൂണിയൻ 699 റിബ്ഡ് ടോപ്സ്, 599 ടോപ്സ്, 499 ഇതൊക്കെ കൊള്ളാല്ലേ ഗൈസ്. അയ്യോ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങള്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബേബി. ഹായ് ബേ, ഞങ്ങൾ ഹായ് ഗൈസ്. കൊള്ളാട്ടോ. 299 ജിം ക്ലോത്ത്സ്. ഉയ്യോ ദേവി, കാർഗോ പാൻസ് ഒക്കെ. ഉയ്യോ 1299. ഇത് ഭയങ്കര നൈസ് അല്ലേ ക്വാളിറ്റി ഗൈസ്. കൊള്ളാട്ടോ. ഈ ഡ്രസ്സസ് ഒക്കെ ഓക്കെ. വാവ് ബേബി, ഇത് നോക്കി ബേബി. എനിക്ക് ഈ ഒരു വിൻ ബ്രേക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. 1000 rupees. ഇതേ കൊള്ളാലെ ബേബി. ഞാൻ ആദ്യമായിട്ടായിട്ട് ഈ ഷോപ്പ് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ്. ഇതിൻ്റെ ലൈക്ക് ഡ്യൂറബിലിറ്റി ഒന്നും എനിക്കറിയില്ല, ബട്ട് കണ്ടപ്പോൾ ഫസ്റ്റ് നോട്ടത്തിൽ ഇമ്പ്രസ് ആയിരുന്നൊക്കെ. മെൻസിൻ്റെ ഉണ്ട് കേട്ടോ ആക്ച്വലി. നമുക്ക് ക്വാളിറ്റി കണ്ടിട്ടും ലൈക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ക്വാളിറ്റി. എന്തായാലും കൊള്ളാമല്ലേ. പ്രൈസ് നല്ല പ്രൈസ്. അത് നമ്മൾ ഇത് എത്തനിക് വെയർ ആണ് ഈ കാണുന്നതൊക്കെ. ഇത് നോക്കി, കുറേ അത്യാവശ്യം എത്തനിക് വെയർസ് ഉണ്ട്. പ്രൈസ് നോക്കട്ടെ. കോട്ട് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ, അയ്യോ സോറി, പ്രൈസ് അതെ ഇവിടെ ഉണ്ട്. 2000 rupees ആണ് ഇങ്ങനെ പാൻറ്, ഷോൾ ആൻഡ് ടോപ്പ് അങ്ങനത്തെ രീതിയിൽ. കൊള്ളാമല്ലേ ബേബി. എത്തനിക് വെയർസ് ഒക്കെ കൊള്ളാം. ഇവിടെ 199. അതാണ് എനിക്കിഷ്ടമുള്ള സെക്ഷൻ. ഓ 199. ഓ കൊള്ളാമല്ലേ. ഇത് ആക്ച്വലി ഇന്നോവേഴ്സ് ആണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് വേണമെങ്കിൽ നമുക്ക് ഇടാം ഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ, അല്ലാതെയും ഇടാം. നൈസ്. ഓ ദേ ബേബീസിൻ്റെ ക്ലോത്ത്സ്. അയ്യോ ബേബി നല്ല ക്യൂട്ട്. ഇതൊക്കെ പാവകളുടെ ഉടുപ്പ് 249. ഞാൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടോ. ഇങ്ങനെ നല്ല ഷോപ്സ് ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയാണ് നമ്മളെടുത്തിട്ട്. ആക്ച്വലി റോഹന എന്നോട് പറഞ്ഞ് എന്തായാലും കയറി വീഡിയോ എടുക്കാൻ. ബെൽറ്റ് കൊള്ളാവോ ബേബി? ഹൗ മച്ച്? 249. ഐ ആക്ച്വലി വോണ്ട് 1 ബെൽറ്റ്. പക്ഷെ എനിക്ക് ഇപ്പം പൈസ കളയണോ എന്നില്ല, നോക്കാം. ഗൈസ് ദേ ബാഗ്സ് ഒക്കെ നോക്കി 499 തൊട്ട്. കൊള്ളാല്ലേ. ഓ മൈ ഗോഡ്. ഫാനി പാക്ക് ഒക്കെ കൊള്ളാല്ലേ ബേബി. ഇത് പിള്ളേരുടെ ഡ്രസ്സുണ്ട് 99 rupees. ടീഷർട്സ് ഒക്കെ. നൈസ് ഷോപ്പ്. എവിടെ? ഓ സോ ക്യൂട്ട്. എല്ലാം കൊള്ളാം, എല്ലാം ഇഷ്ടമായി. ഗോൾഡ് ജ്വല്ലറി ഒക്കെ കൊള്ളാം. പിള്ളേരുടെ അത്യാവശ്യം വില കുറവുണ്ട് കേട്ടോ. കൊള്ളാം എന്തായാലും. ഷോപ്പ് ഇസ് വെരി ഗുഡ്, വെരി ഡിഫറെൻറ്റ് ദാൻ വാട്ട് വി യൂഷ്വലി. നൈസ്. എവിടെ? ഹായ്. ഇതിന് എത്രയാ? 1000 അല്ലേ? ഇത് മെൻസിൻ്റെ ആട്ടോ. ഇനി അങ്ങോട്ട് മെൻസിൻ്റെ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് മെൻസിൻ്റെ ഷർട്ടൊക്കെ 1000 rupees. കൊള്ളാമല്ലേ? ഞാനും കണ്ടിട്ടുണ്ട്. എവിടെയോ ഇല്ലല്ലേ, എൻ്റെ അച്ഛൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ജീൻസ് ഡെനിം ഒക്കെ 999. പിന്നെ ഷർട്ട്സ് 699 ഉണ്ട് കേട്ടോ. ഹായ് കൊള്ളാലേ. H&M ജീൻസ് അല്ലേ? ചില ജീൻസിനൊക്കെ ലൈക്ക് 1500 റേറ്റ് ഉണ്ട്, പക്ഷെ ചിലത് കൊള്ളാം. നോക്കിയെടുത്താൽ യു വിൽ ഗെറ്റ് ഗുഡ് സ്റ്റഫ്. കൊള്ളാം എന്തായാലും. നമ്മൾ വെറുതെ ഇതിലേ പോയപ്പോൾ കണ്ടപ്പോൾ കയറിയതാ. എന്തായാലും ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ. കൊള്ളാമോ ബേബി മെറ്റീരിയൽ? നൈസ് ഗായ്സ്.
ടീഷർട്സ് മെൻസിന് എനിക്ക് അത്ര അങ്ങോട്ട് ഇതൊക്കെ കൊള്ളാട്ടോ. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമായി ആക്ച്വലി. ഇതിനൊക്കെ എത്രയാ ബേബി റേറ്റ്? ലെറ്റ്സ് സീ വാട്ട്സ് പ്രൈസ്. 499 കൊള്ളാമല്ലേ ഇത് ആക്ച്വലി. ഓ ദിസ് ഈസ് നൈസ്. എനിക്ക് ആക്ച്വലി മാക്സ് പോലെ തോന്നിട്ടോ. സ്റ്റുഡിയോ എനിക്ക് അത്ര ക്വാളിറ്റി തോന്നിയിട്ടില്ല, പക്ഷെ മാക്സിൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് സ്റ്റൈൽ. ഓ ബേബി ദാറ്റ്സ് ആക്ച്വലി കൂൾ. എത്രയാ പ്രൈസ് നോക്കാം എന്നിട്ട് നമുക്ക് ജഡ്ജ്. ഓ കൊള്ളാല്ലേ. 699 വേണോ? വേണമെങ്കിൽ പൽ വൈഫ് ചെയ്യും. ഇല്ല ഐസർ മേടിച്ചോ? ഇതാണ് നമ്മൾ ആ കടന്നിറങ്ങി. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. നമുക്ക് എന്തെങ്കിലും തിരിച്ചു വരാമല്ലേ. വേറെ ഗ്രാൻഡ് മോളിലൊക്കെ ഉണ്ടെന്നാണല്ലോ, വിച്ച് ഇസ് ആക്ച്വലി ഗ്രേറ്റ്. എനിക്ക് ഇഷ്ടമായി. കാരണം 500 രൂപക്ക് ടീഷർട്ട്സ് ഇസ് വെരി വെരി ലാഭം. അത് മാത്രമല്ല അവിടുത്തെ ഒരു ചേട്ടൻ ആക്ച്വലി എന്നെ അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ ഒരു ചെറിയ ചാനൽ പക്ഷെ എന്നാലും സപ്പോർട്ട് ചെയ്യാന്നൊക്കെ, വിച്ച് മേഡ് മീ സോ ഹാപ്പി. താങ്ക് യു. നമ്മൾ അയ്യോ സോറി ബേബി പൂട്ടിയായില്ല. നോക്കാം. ഈ പൂട്ടിയിട്ടില്ല. നമ്മളപ്പോൾ ഇവിടെ മെതിയടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, പണ്ടത്തെ ട്രെൻഡ് ആയിരുന്നു ഇത്. ഇതിപ്പോൾ നമ്മൾ 2nd ഫ്ലോറിലാണ് ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നൈസ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ എല്ലാവരും ഇത് ഇടുമായിരുന്നു. ഗൈസ് നമ്മൾ എന്തായിരുന്നു മെതിയുടെ എടുത്തില്ല, ബിക്കോസ് പിന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കുഴപ്പമില്ല. എന്തായാലും നമ്മൾ വീട്ടിലിടാനല്ലേ, അപ്പോൾ അതിൻ്റെ ഡിസൈൻ കുഴപ്പമുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രിസ്ബിയിൽ കയറണം. നമുക്ക് ഹോട്ട് വീൽസ് മേടിക്കാം. നോക്കട്ടെ. ആണ് ഫ്രിസ്ബീസ്. ഇത് നോക്കിയ ലെഗോ കൊണ്ടുണ്ടാക്കിയ പെൺകുട്ടി കൊള്ളായിരുന്നു. അയ്യോ എൻ്റെ കൈ. ഗൈസ് ഹോട്ട് വീൽസ് റിയൽ കാർസിൻ്റെ എല്ലാം ഫാൻസി മാത്രമേ ഉള്ളൂ. ഇന്നലെ വന്നിട്ട് ഇന്നലെ തന്നെ തീർന്നു. ഊനോ മേടിച്ചാലോ ബേബി? ബേബി കളിക്കും എൻ്റെ ഒപ്പം. ബേബി ഈ പ്ലേ സ്റ്റേഷൻ ജെങ്ക. അത് മേടിച്ചാലോ ചെറുത്? എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ബേബി കളിക്കില്ല. ബേബി ഒന്നും കളിക്കില്ല. ബേബി പ്ലേ സ്റ്റേഷൻ ഇഷ്ടം. ഗൈസ് ഇവിടെ ടോയ് RC കാർ ഉണ്ട് കേട്ടോ. നമ്മളൊരു RC കാർ നോക്കി നടക്കണേ. പക്ഷെ നോട്ട് ടോയ് ഹോബി. ബാർബി മൈ ഫാൻറ്റസി വേൾഡ്. ഓ മൈ ഗോഡ്. ഹായ്. ഇതിനെനിക്ക് ഇഷ്ടമായത് ഏത് ബാർബി? ഓ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ആയിപ്പോടെ. പക്ഷെ അപ്പം നമുക്ക് പൈസ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഇത് മേടിച്ചിട്ട് ഞാൻ എവിടെ പോയി കളിക്കാനാണ്? വെറുതെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് മേടിക്കാം. അയ്യോ വാട്ട് വാസ് ഹിസ് നെയിം? ഫ്ലിൻ റൈഡർ അല്ലല്ലോ. പക്ഷെ ഫ്ലിൻ റൈഡർ അല്ല ആക്ച്വലി, പേര് വേറെ എന്തോ ആയിരുന്നു. ഈ ഡോള് എന്തോ അമേരിക്കൻ എന്ന് പറഞ്ഞൊരു ഡോളുണ്ട്, അതുപോലെ ഉണ്ട്. അതാണോന്നാവോ? അമേരിക്കൻ ഡോളാ. ഹായ് ബീബ്ലേഡ്. എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലേ ബീബ്ലേഡ്. പിന്നെ യോയോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ലേ? എന്ത് വിലയല്ലേ. നമ്മളൊരു യൂനോ മേടിച്ചു ഗൈസ്. ഊനോ ബേബി ഉണ്ട് ഇപ്പോൾ കളിക്കും എന്നുള്ള വിശ്വാസത്തിൽ മേടിച്ചാൽ അറിയില്ല. നമ്മളിതേ ഫുഡ് കോർട്ടിൻ്റെ ഫ്ലോറിലെത്തി. ബേബി ഇവിടെ ഫൺ ടൂറിലല്ല വേറെ എന്തോ ഉണ്ടായിരുന്നല്ലോ പണ്ട്, ഓർമ്മയുണ്ടാവും? ഫൺ ടൂറില്ല, അതുപോലെ തന്നെ എന്തോ സംഭവം ഞാൻ മറന്നു ഗൈസ്. കോപ്പിറൈറ്റ് അടിക്കാതിരുന്നാൽ മതി. നമ്മളിപ്പോൾ ഇതേ ഫുഡ് കോർട്ടിൻ്റെ ഫ്ലോറിൽ വന്നേക്കണ ഏറ്റവും മേളിലുള്ള ഫ്ലോറാണ്. അധികം റെസ്റ്റോറൻറ്റ്സ് കാണാൻ നമുക്ക് നോക്കണ്ടേ. ഗൈസ് നമ്മൾ രണ്ടുപേരും ഹൈദരാബാദി ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ആകെ ഹൈദരാബാദിൽ പോയപ്പോഴാണ് ബിരിയാണി കഴിച്ചേക്കണേ. നല്ലതാണെന്നാ അവർ പറഞ്ഞ ബെസ്റ്റ് സെല്ലറൊക്കെയാണ് കഴിച്ചേക്കണേ. കുറച്ച് കള്ളൻ. നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു ബർഗറാണ് ഗൈസ് ഓർഡർ ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തിന്നാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഒന്നും തിന്നാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ 2 നേരത്തെ ഞാൻ ഭക്ഷണം കഴിച്ചു. ബേബി ആദ്യം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്നത്. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം കേട്ടോ. കൊള്ളാല്ലേ പ്ലേറ്റ് തന്നത്? കൊറേ ഉണ്ടല്ലോ ബേബി. ഗൈസ് സോറി, മിക്കവാറും ബാക്ക്ഗ്രൗണ്ടിൽ കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. ഹൗസ് ഇറ്റ് ഹൺ? ഫസ്റ്റ് ഇംപ്രഷൻ പറയൂ, എങ്ങനെയുണ്ട് ടേസ്റ്റ്? സൂപ്പർ. ഗൈസ് ഞാൻ ഒരിക്കലും ഓർഡർ ചെയ്യാത്ത സാധനമാണ് എനിക്ക് വേണ്ടി ബർഗർ. പക്ഷെ ഐ വാസ് ടു പാനിക്കിങ്. പെട്ടെന്ന് ഇങ്ങനെ കുറേ കൺഫ്യൂഷനായി. കുറേ കടകളുണ്ട്. ബിക്കോസ് നമ്മൾ ഇതുവരെ പോവാത്ത ഷോപ്സാണ് കേട്ടോ. എന്താ നല്ല
പക്ഷെ എനിക്ക് സത്യം തന്നെ വിശക്കുന്നില്ല. പക്ഷെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണ്? Guys, let's try the burger. I will not speak because they are so copyright. So big. Oh, please. എന്റെ ബിരിയാണി തീരാറായി. കൊള്ളായിരുന്നു. ബർഗർ ബേബി ഭയങ്കര ഇഷ്ടം. ബേബി ആക്ച്വലി ഒരു ബർഗർ പേഴ്സൺ ആണ്. ബേബി കൊടുക്കാൻ വേണ്ടി മേടിച്ചു. എനിക്ക് ഇഷ്ടമായി. ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ പാട്ടുള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊള്ളാം ഗൈസ്. കുറേ വിൻറ്റേജ് എസ്ഡിയും ബജാജ് ചേതക്കൊക്കെ. ഇവിടെ ഏത് വണ്ടി ഇരിക്കണേ? അത് വിജയ് സൂപ്പർ. LML വെസ്പയുടെ LML ഉണ്ടായിരുന്നു ഇതുപോലെ പണ്ടത്തെ. LML വെസ്പ ഉണ്ടായിരുന്നു. അത് പഴയ ഒരു വണ്ടിയാണ്. ഫോട്ടോ എടുക്കാം. ഞാൻ പിന്നീട് ഗൈസ് ഇന്ന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 250 rupees ഉണ്ട് ബിരിയാണിയും ആ ഒരു റേഞ്ച് തന്നെ. പക്ഷെ എല്ലാം ക്വാണ്ടിറ്റി ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇന്ന് തിന്നാലേ നാളെ തരുള്ളൂ. സോ ഞാൻ തുടങ്ങിയിട്ട് മറ്റേ കടയിലൊക്കെ അടി കൊള്ളാം. ലാസ്റ്റ് ടൈം ആ ഹോസ്പിറ്റൽ പോലെ ഇരിക്കണം. പിന്നെ നമുക്ക് ചിപ്സും ഈ സെക്ഷൻ അവർ ചെയ്തേക്കണത് നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓ, ഇത് ആസ്പെറ്റോസ് അല്ല വെച്ചേക്കുന്നേ. മനസ്സിലായില്ല. ഓൾമോസ്റ്റ് എല്ലാ കടകളും അടച്ചു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. എനിക്ക് അതിനോട് 11 മണി വരെ ഫുഡ് കോർട്ട് ഉണ്ടെന്ന് അല്ലേ? യെസ്. ഇവിടെ അത്യാവശ്യം നല്ല കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. റിലയൻസിൽ നിന്നല്ലേ ഡിജിറ്റൽ ഉണ്ട്, ട്രെൻഡ്സും ഫുഡ് വെയർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ കട എനിക്ക് ഇഷ്ടമായി അല്ലേ? എന്തായിരുന്നു പേര്? ഞാൻ മറന്നുപോയില്ല. സ്റ്റൈൽ യൂണിയൻ. ഇതെന്തായാലും കൊള്ളാം ഗൈസ്. അടച്ചു പക്ഷെ എല്ലാം. അതാ ഞാനും കണ്ട് DC ബൈ ബ്രാൻഡഡ് സാധനങ്ങളാണെന്നോ. ഇവിടെയും എന്തോ സെയിലൊക്കെ ഉണ്ട് കേട്ടോ, വുഡ്ലാൻഡിലൊക്കെ. പിന്നെ അവിടെ ഒരു KFC ഉണ്ട്. നമ്മൾ ആ കാർ വീണ്ടും കണ്ടു. നൈസ്. ഗൈസ്, ഞങ്ങൾ വീട്ടിൽ പോണ വഴി ഇത് നമ്മുടെ എന്ത് വാക്ക് വേ ആണ്? കുണ്ടന്നൂർ വാക്ക് വേയുടെ അവിടെ നമ്മൾക്ക് ഒരു കടയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് രണ്ടുപേരും തൊണ്ടക്ക് പ്രശ്നം. ഭാഗ്യത്തിന് വേണ്ടി ചായ കൊള്ളാല്ലേ? കൊള്ളാടെ നല്ല ചായ ആൻഡ് നല്ല ഷോപ്പ് നല്ല. ഇവർ പക്ഷെ പെർമനൻ്റ് ആണോന്ന് അറിയില്ല. ബിക്കോസ് ഇതിനെന്താ ആക്ച്വലി പറയണേ എനിക്കും അറിയില്ല എങ്ങനെയാണ്. റണ്ണിങ് ഷോപ്പ്. നോ ദാറ്റ് ഈസ് സംതിങ് എൽസ്. ഫുഡ് ട്രക്ക് എന്ന് പറയാലോ. ഫുഡ് ട്രക്ക് ഓർ മൊബൈൽ എന്ന് പറയാം. ഐ ഡോണ്ട് നോ. അപ്പോൾ കൊള്ളാം. എന്തായാലും 70 rupees ഉള്ളൂ പ്രൈസിനൊക്കെ. വിച്ച് ഇസ് നമ്മളെവിടെയും കഫേസിലൊക്കെ പോയി കഴിച്ചാൽ 150 രൂപ. അഫോർഡബിൾ. ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും ഉണ്ടാവും. അതിൻ്റെ അർത്ഥം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ്. കൊള്ളാം. എന്താ കോമോ എന്നാ പേര്. സോ ഇവരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. കുണ്ടന്നൂർ ആ റോഡിലാണ്. നല്ല വൈബാണ്. നല്ല രസമല്ലേ റോഡിലിരുന്ന് ഇങ്ങനെ. ഇറ്റ്സ് നൈസ് ആക്ച്വലി അല്ലേ? കൊള്ളാം. റോഡിലിരുന്നിട്ട് നല്ലൊരു ചായയും മൂണില്ലാതായിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് മൂൺ ഗേസോ സ്റ്റാർസ്
ഒന്നുമില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. കൊതുക് സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. കൊതുക് ഒരെണ്ണമൊക്കെ ഉണ്ട്. ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് എവിടെ എത്തി? വീട്ടിലെത്തി. സോ ഇറ്റ് വാസ് എ ഗുഡ് ഡേ ആക്ച്വലി അല്ലേ? എനിക്ക് ഇഷ്ടമായി. അയ്യോ പട്ടി പറ, എനിക്ക് ഇഷ്ടമായിരുന്നു. കൊള്ളാമല്ലേ അബ്രോൺ മോൾ? കൊള്ളാം. പിന്നെ നാളെ നമുക്ക് സ്റ്റുഡിയോ വീഡിയോ എടുക്കാം. യെസ്, നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോക്ക് വേണ്ടി പ്ലാൻ ചെയ്തതല്ല, നമ്മളൊരു സ്പെഷ്യൽ സംതിങ് നമ്മുടെ റൂഹന് വേണ്ടി മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കും ചിലപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ബേബി നമുക്ക് ഫോറം മോളിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ട്, അത് നമുക്ക് എടുക്കാം. സൂൺ വീൽ ടേക്ക്, അതൊക്കെ സെറ്റാക്കാം. കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹോപ്പ്ഫുള്ളി നടക്കും എന്ന് വിശ്വസിക്കുന്നു. എവറിത്തിങ് ഗോസ് വെൽ. എന്നാലും നിങ്ങളെല്ലാം അറിയും. സോ ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ്. So lots of love to all of you. Bye bye. Bye guys.